ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ വചനം വായിച്ച് നോക്കിയാലോ. ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. ഇത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനമാണ്. വചനം പറയും, നമുക്ക് ശ്രദ്ധിക്കാം. പിശാച് നിന്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ തന്നെ അതിനെ ഓടിച്ചു വിടുക. അത് അകത്ത് കയറിയാൽ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടുക എത്ര എളുപ്പമായിരിക്കുകയില്ല. രോഗം മൂർജിച്ചാൽ ഔഷധങ്ങൾ നിഷ്ഫലമായി മാറുന്നത് പോലെയാണ് അത്. പ്രലോഭനങ്ങൾ ആദ്യം വിചാരമായി മനസ്സിൽ രൂപപ്പെടുന്നു, ക്രമേണ അത് ഭാവിയായി മാറുന്നു. മൂന്നാമത് അത് ആനന്ദവും ദുഷ്ചലങ്ങളുമായി രൂപപ്പെടുന്നു. നാലാമതായി അതിന് സമ്മതം കൊടുക്കുന്നു. പിശാചിന് പൂർണ്ണമായും ഒരു വ്യക്തി കീഴടങ്ങിയാൽ പൂർണ്ണമായ നാശത്തിലേക്ക് ആ വ്യക്തിയെ പിശാച് നയിക്കും. ചിലർക്ക് ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിലായിരിക്കാം പ്രലോഭനങ്ങൾ, എന്നാൽ ചിലർക്ക് അത് അവസാനമായിരിക്കും. ചിലരാകട്ടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള അരിഷ്ടതയിലൂടെ കടന്നുപോയെന്ന് വരാം. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. നമുക്ക് പ്രാർത്ഥിച്ചാലോ. ഈശോയെ, ചെറിയ പ്രലോഭനങ്ങൾ പോലും തിരിച്ചറിയാനും അവയുടെ മേൽ വിജയം വരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ.